അകാലത്തിലുള്ള നവീൻ ബാബു മരണത്തിൽ ഒന്നാം പ്രതിയായി കുറ്റപത്രത്തിലുള്ള ദിവ്യ പാർട്ടി വേദികളിൽ ഇന്ന് നമ്പർ 1 താരമായി വിലസി ലോകത്തിലുള്ള സകലമാന പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിച്ച് തകർത്ത് തിമിർത്തു പോവുകയാണ്. ഭക്തസംഘങ്ങൾ ലക്ഷക്കണക്കിനാണ്. എന്നിട്ട് ഈ പാർട്ടിയുടെ നെറികെട്ട നേതാക്കൾ ഇപ്പോഴും മെഴുകുക. നവീൻ ബാബുവിന് നീതി വാങ്ങിക്കൊടുക്കുന്നു. എന്ത് നീതിയാണ് നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത്? ഈ പി ദിവ്യയുടെ ഫോൺ, ആ പമ്പ് മോലാളിയായിട്ട് വേഷം കെട്ടിയ പ്രശാന്തിൻ്റെ ഫോണ് ഇതുവരെയെങ്കിലും ഒന്ന് പരിശോധിച്ചോ? കമ്മിസ്ഥാനിൽ കമ്മിയായാൽ മാത്രം പോരാ, എല്ലാവർക്കും നീതി കിട്ടില്ല. കണ്ണൂർ നേതാക്കളുടെ പ്രിയപ്പെട്ടവരായിരിക്കണം. അതായത് ഈ പാർട്ടി മതത്തിലെ ബ്രാഹ്മണരും ക്ഷത്രിയരും കണ്ണൂർ നേതാക്കളാണ്. മറ്റുള്ളവർ ഏത് സ്ഥാനത്തായാലും, നിങ്ങൾ പാർട്ടിയിൽ 50 വർഷം പ്രവർത്തിച്ചാലും എതിർഭാഗത്ത് കണ്ണൂരിലെ പാർട്ടി നേതാക്കൾ വന്നാൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ പാർട്ടി സൈബർ വെട്ടുക്കിളികൾ ഇപ്പോഴും നവീൻ ബാബുവിനെ വീണ്ടും വീണ്ടും കുത്തിമലർത്തുകയാണ്. അതിനാരും തടയിടുന്നില്ല. എങ്ങനെ തടയിടും? ഗോവിന്ദൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെ ആശ്വസിപ്പിക്കാൻ പോയപ്പോൾ ഭാര്യ പി ദിവ്യയെ ജാമ്യം കിട്ടാൻ ആ ജയിലിന് മുന്നിൽ ജാമ്യം കിട്ടിയപ്പോൾ ഒരു മണിക്കൂറെങ്കിലും കാത്തു കെട്ടി നിൽക്കുകയായിരുന്നു ആനയിച്ചു കൊണ്ടുപോകാൻ. ഇവരുടെ വാക്കും പ്രവൃത്തിയും കീറച്ചാക്കിന് സമമല്ലേ? എന്നിട്ടും പറയും അധസ്ഥിതവൻ്റെയും പാവപ്പെട്ടവൻ്റെയും പുന്നാര പാർട്ടി. ആ കുടുംബം ഇന്നും സ്വകാര്യ ദുഃഖമായി നീറി മരിക്കുന്നു. അവർക്ക് എവിടെ നീതി കിട്ടാനാണ്? എല്ലാ സംവിധാനങ്ങളെയും ഇവരുടെ കയ്യിൽ ഒതുക്കിക്കൊണ്ട് ഇവരെ രക്ഷിച്ചെടുക്കും. അടുത്ത തവണ ആരോഗ്യമന്ത്രിയാക്കാനും ശ്രമിക്കും. അതിനുള്ള വേഷം കെട്ടലാണ് ഇപ്പോഴേ ഈ മെഴുകി പെയിൻ്റ് അടിച്ച് വെളുപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓരോ സംവിധാനങ്ങൾക്കും ഇവർ പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. ഇവരുടേതായ സംവിധാനം, പാർട്ടി കോടതി, പാർട്ടി എല്ലാ സെറ്റപ്പും. പിന്നെ ജനാധിപത്യം ആയതുകൊണ്ട് അതിൽ ഒതുങ്ങി അങ്ങ് കഴിയുന്നു എന്ന് മാത്രം.